1972 തുടക്കം കുറിക്കുമ്പോൾ വലിയ സ്വപ്നങ്ങളായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡിന്. പക്ഷേ 80കളിലും 90കളിലും സ്ഥിതി അതിദയനീയമായിരുന്നു. സമരങ്ങളുടെ വേലിയേറ്റം, ഓരോ ചെറിയ കാര്യത്തിലും പണിമുടക്കുകൾ, മാസങ്ങളോളം പണി നിർത്തിവെക്കുന്ന ട്രേഡ് യൂണിയൻ ഭീകരത, കപ്പലുകൾ നിർമ്മിക്കാനുള്ള കരാറുകൾ വൈകുന്നതുകൊണ്ടുണ്ടായ ഭീമമായ നഷ്ടം, ആ കോടികളുടെ നഷ്ടം സർക്കാർ ഖജനാവിൽ നിന്ന് നികത്തേണ്ടി വന്ന കാലം. ഇവിടെ ഒന്നും നടക്കില്ലെന്ന് മലയാളി തന്നെ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് ഇത്തരം സമരാഭാസങ്ങളുടെ പേരിലായിരുന്നു. ഏതാണ്ട് 30 വർഷക്കാലം ഈ വൃത്തികെട്ട കളി ട്രേഡ് യൂണിയനുകൾ തുടർന്നു. ഹൈ പൊട്ടൻഷ്യലുണ്ടായിരുന്ന കേരളത്തിലെ വ്യവസായത്തെ കുത്തുപാളയെടുപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു നിന്ന കാലം. എന്നാൽ 2000ങ്ങളുടെ തുടക്കത്തിൽ ഈ കപ്പൽശാലയുടെ ഗതി മാറാൻ തുടങ്ങി. കൃത്യമായ മാനേജ്മെന്റ് കാഴ്ചപ്പാടിൽ നിന്നാണ് ആ മാറ്റം തുടങ്ങിയത്. 2004 മുതൽ 2010 വരെയുള്ള കാലം അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നു. തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് സ്റ്റഡി ക്യാഷ് ഫ്ലോ വരുന്ന ഷിപ്പ് റിപ്പയറിംഗിലേക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നേവി ഓഫീസറായിരുന്ന കെ സുബ്രഹ്മണ്യൻ ഷിപ്പ്യാർഡിന്റെ തലപ്പത്ത് വന്നതോടെയാണ് മാറ്റം വന്നു തുടങ്ങിയത്. കണിശമായ പ്രൊജക്ട് ടൈം ലൈനുകളും അച്ചടക്കവും അദ്ദേഹം കൊണ്ടുവന്നു. അതായിരുന്നു തുടക്കം.